ലോകത്തിലെ ഫിനാൻസ് മാർക്കറ്റിൽ, ഇന്ത്യൻ ഫിനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് കടം കിട്ടുന്ന സ്ഥിതി വന്നപ്പോൾ അതെടുക്കാതെയാണ് അന്നത്തെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെൻറ് ഈ ബോണ്ട് എടുക്കാൻ പോയത്, മസാല ബോണ്ട് എടുക്കാൻ പോയത്. 9.72% പലിശയ്ക്ക് ലോകത്താരയിൽ എടുക്കുമോ? ഞങ്ങളന്ന് അതിനെ എതിർത്താണ്. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമായിരുന്നു, ബോണ്ട് കിട്ടുമായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ ബോണ്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. അതെടുക്കാൻ പോവാതെ ഇത്രയും ഉയർന്ന പലിശയ്ക്ക് എടുത്തു. എന്നിട്ട് അതുകൊണ്ട് കുറഞ്ഞ പലിശയ്ക്ക് 6% പലിശയ്ക്ക് ഇവിടെ നിക്ഷേപിച്ചു. അത്രയും മിസ്മാനേജ്മെൻ്റാണ് ചെയ്തത്. കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ബജറ്റിന് പുറത്തുള്ള വർക്കാണ്, ഇത് അവസാനം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വരും, അപകടകരമാണെന്ന് പറഞ്ഞു. ഞാനാണ് അന്ന് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത്. ഞങ്ങൾ ഉന്നയിച്ച് പറഞ്ഞ നിയമപരമായ തടസ്സവാദം അത് തന്നെയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിലുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ബജറ്റേതര കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. എന്തിനാണ് കിഫ്ബി രൂപീകരിച്ചത്? ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ ബജറ്റിന് പുറത്തുനിന്ന് എടുത്ത കടം, അന്നെടുത്ത കടം ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായി മാറി. അപ്പോൾ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അതൊന്നുകൂടി രൂക്ഷമാക്കി. ആ പണവും കൂടി കൊടുക്കണം. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളെ കുറ്റപ്പെടുത്തി. അല്ല പറയാം, ഞങ്ങൾ തന്നെ ഓൾട്ടർനേറ്റീവ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നികുതി പിരിക്കണം. കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. GST എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിലെ ടാക്സ് ആണ്. കേരളമാകണം, ഐസക് എന്താ വന്ന് പറഞ്ഞത്, ഐസക് സ്വാഗതം ചെയ്താണ് GST. കേരളമാകണമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനം. 30% ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. എന്തുകൊണ്ടുണ്ടായില്ല? 5 കൊല്ലമായി പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടു. വാറ്റ് സമ്പ്രദായത്തിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90% സംസ്ഥാനങ്ങളും അത് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഈ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ചില്ല. 1. 2, ഞങ്ങൾ തന്നെ 2 കൊല്ലം മുമ്പ് ഉന്നയിച്ചു, IGST സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വർഷം 5000 കോടി വെച്ച് നഷ്ടപ്പെടുന്നു. 25,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായി, പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട്. എന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ 3 മാസത്തിനകം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം കാര്യം പറഞ്ഞു. 25,000 കോടി രൂപ IGSTയിൽ ഈ ഗവൺമെൻറ് നഷ്ടപ്പെടുത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി സർക്കാരിൻ്റെ അവരും ശരിവെച്ചു, 25,000 കോടി രൂപ നഷ്ടപ്പെടുത്തി. ആരാ നഷ്ടപ്പെടുത്തിയത്? ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റ്. 3, ഞങ്ങൾ പറഞ്ഞു ഗോൾഡ് ഇപ്പം എത്രയാ വില? 55,000 രൂപയാണ് ഒരു പവന്. 4,000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ടാക്സാണ് ഇപ്പോഴും കിട്ടുന്നത്. അതിൻ്റെ 14 ഇരട്ടി ടാക്സ് കിട്ടണമായിരുന്നു. 400 കോടി 500 കോടിയാണ് കിട്ടിയിരുന്നത്. 7,000-8,000 കോടി രൂപ ഗോൾഡിൽ നിന്ന് ടാക്സ് കിട്ടണമായിരുന്നു. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഗോൾഡിൽ നിന്ന്, സ്വർണത്തിൽ നിന്നുള്ള നികുതി പിരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. 4,000 രൂപ ഒരു പവന് വിലയുള്ളപ്പോൾ കിട്ടിയിരുന്ന അതേ നികുതിയാണ് അതിൻ്റെ 14 ഇരട്ടി, അല്ലേ? അത്രയായില്ലേ? 55,000 കോടി രൂപ, 55,000 രൂപ ഒരു പവനെന്ന് പറയുമ്പോൾ അതേ നികുതിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2, നികുതി പിരിവിലെ പരാജയമാണ് പറയുന്നത്. ബാറുകളുടെ എണ്ണം കൂടി, കൺസംഷനും കൂടി, പക്ഷെ ബാറുകളിൽ നിന്നുള്ള വരുമാനം താഴേക്ക് വരുന്നു. ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിച്ച് ബാറുകൾ വിൽക്കുകയാണ്. എങ്ങനെ വിൽക്കുന്നത്? 50 രൂപയ്ക്ക് ഒരു പെഗ്ഗിന് വരുന്ന മദ്യം അവർ 200 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ടേൺ ഓവർ കൂടും. ടേൺ ഓവർ ടാക്സാണ് 10% കിട്ടുന്നത്. അവർ എഴുതി വയ്ക്കുന്നത് ഞങ്ങൾ 70 രൂപയ്ക്ക് വിറ്റെന്നാണ്. 200 രൂപയ്ക്ക് വിറ്റിട്ട് ആര് പരിശോധിക്കുന്നു? ആരറിയുന്നു? ചെക്ക് പോസ്റ്റ് ഇല്ല, ഇൻ്റലിജൻസ് ഇല്ല, സർവൈലൻസ് ഇല്ല, ഒരു നടപടിയില്ല GST വകുപ്പിന്. 1000 പേര് GST വകുപ്പിന് വെറുതെ ഇരിക്കുക, ഒരു പണിയില്ലാതെ. സാധനങ്ങൾ കൊണ്ടുവന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നികുതി കൊടുക്കാതെ വിൽക്കുകയാണ്. ഞങ്ങൾ എത്ര കേസ് പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥത്തിൽ കടവാടകയ്ക്കെടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വെള്ളക്കരം കൊടുത്ത് ആളുകളെ ജോലിക്ക് വെച്ച് നടത്തുന്ന യഥാർത്ഥ നികുതിദായകൻ അവൻ പൂട്ടിപ്പോവാണ്. സാധനം പുറത്തുനിന്ന് വയ്ക്കുക. നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാക്കി കേരളത്തെ ഇവർ മാറ്റി. ഇവർ നശിപ്പിച്ചതാണ്.
ഇവരുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ഐസക്കിന്റെ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും തുടരുകയാണ്. അല്ലല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിൽ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. അതായത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.92% കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധിയിലെ ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ സർക്കാരിന് 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇനി ഞങ്ങൾ അസംബ്ലിയിൽ പ്രൂവ് ചെയ്തല്ലോ. എന്താ കണക്ക് കേട്ടോളാം. 56,700 കോടി 5 കൊല്ലമാണ് GSTയുടെ കോമ്പൻസേഷൻ കിട്ടുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. 5 കൊല്ലത്തേക്ക്, വാറ്റിലും അങ്ങനെയാണ്. 5 കൊല്ലത്തേക്ക് ഇവരെഴുതി വെച്ചേക്കുക. 6ാമത്തെ കൊല്ലവും നഷ്ടപരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കൂടി കിട്ടുമായിരുന്നു. അതെന്ത് കണക്കാ?